അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കഥ നടക്കുന്നത് ഈജിപ്തിലെ കൻആനിലാണ്. ഇടതൂർന്നു നിൽക്കുന്ന ഈന്തപ്പനത്തോട്ടങ്ങളും പച്ചിലക്കാടുകളും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമിയും അങ്ങിങ്ങായി കിടക്കുന്ന മലനിരകളും നിറഞ്ഞതാണ് കൻആൻ എന്ന ഈജിപ്തിലെ മനോഹരമായ പ്രദേശം. പരിശുദ്ധ ഖുർആനിൽ മറ്റെല്ലാ നബിമാരെയും കുറിച്ച് പറയുന്നുണ്ടെങ്കിലും യൂസുഫ് നബിയുടെ കഥ മുഴുവനായി യൂസുഫ് സൂറയിൽ ഒരധ്യായമായി തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ അഹ്സനുൽ ഖസസ് എന്ന പേരിൽ അറിയപ്പെടുന്നു, അതായത് കഥകളിൽ ഏറ്റവും മനോഹരമായത്. യാക്കൂബ് നബിയുടെ 12 മക്കളിൽ ഇളയവരാണ് യൂസുഫ് നബിയും ബിൻയാമിനും. യൂസുഫ് നബിയുടെ ഇളയ സഹോദരന് ജന്മം നൽകിയതോടെ അവരുടെ മാതാവായ റാഹേൽ മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ യാക്കൂബ് നബിക്ക് ഉമ്മയില്ലാത്ത ഇവരോട് വളരെയധികം വാത്സല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു സഹോദരന്മാർക്ക് ഇത് വളരെയധികം ഇവരിൽ വിദ്വേഷം ഉളവാക്കാൻ ഇടയായി. അങ്ങനെയിരിക്കെ ബാലനായിരുന്ന യൂസുഫ് നബി ഒരു ദിവസം ഒരു സ്വപ്നം കാണാൻ ഇടയായി. അതിപ്രകാരമായിരുന്നു: 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തന്നെ സാഷ്ടാംഗം ചെയ്യുന്നതായിരുന്നു ആ സ്വപ്നം. യൂസുഫ് നബി അത് തൻ്റെ പിതാവിനോട് അപ്പോൾ തന്നെ വിവരമറിയിച്ചു. യാക്കൂബ് നബിക്ക് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലായി. യൂസുഫ് നബി ഉന്നതങ്ങളിൽ എത്തുമെന്നും മാതാപിതാക്കളും സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ അധീനയിൽ ജീവിക്കുമെന്നായിരുന്നു ആ സ്വപ്നത്തിൻ്റെ അർത്ഥം. സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ യാക്കൂബ് നബി ഈ സ്വപ്നത്തെപ്പറ്റി തൻ്റെ സഹോദരന്മാരോട് പറയരുതെന്ന് യൂസുഫ് നബിയോട് പറഞ്ഞുകൊടുത്തു. കാരണം സഹോദരന്മാർ യൂസുഫ് നബിയെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുമോ എന്ന് യാക്കൂബ് നബി ഭയപ്പെട്ടു. എന്നാൽ അവിടെയുണ്ടായിരുന്ന സംഭാഷണമെല്ലാം അടുത്ത മുറിയിലുണ്ടായിരുന്ന യൂസുഫ് നബിയുടെ മറ്റൊരു സഹോദരനായ ലിയ കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് സഹോദരന്മാരിൽ അസൂയയും കോപവും വർദ്ധിപ്പിക്കാനിടയായി. പിതാവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാൻ യൂസുഫ് നബി കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അവരെല്ലാം യൂസുഫിൻ്റെ അധീനതയിൽ ജീവിക്കേണ്ടി വരുമോ എന്നോർത്ത് സഹോദരന്മാർക്ക് കോപവും വ്യസനവും ഇരട്ടിയാക്കി. അവരെല്ലാം കൂടിയാലോചിച്ച് യൂസുഫ് നബിയുടെ ശല്യം ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. കളിക്കാനെന്ന വ്യാജേന യൂസുഫ് നബിയെ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് യൂസുഫ് നബിയെ വധിക്കാനായിരുന്നു അവരുടെ പദ്ധതി. ആട് മേയ്ക്കാനായി കാട്ടിൽ പോകുമ്പോൾ യൂസുഫിനെയും കൊണ്ടുപോകട്ടെ എന്ന് അവർ പിതാവിനോട് ചോദിച്ചു. എന്നാൽ യാക്കൂബ് നബി അതിന് സമ്മതിച്ചില്ല. എന്നാൽ അവർ യൂസുഫ് നബിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല എന്ന് ഉറപ്പ് നൽകിയതിനാൽ യാക്കൂബ് നബി യൂസുഫ് നബിയെ തൻ്റെ സഹോദരന്മാരോടൊപ്പം അയക്കുകയായിരുന്നു. പിറ്റേ ദിവസം യൂസുഫ് നബിയുമായി സഹോദരന്മാർ ആടിനെ മേയ്ക്കാൻ പോകാനൊരുങ്ങി. യൂസുഫ് നബി കുളിച്ചൊരുങ്ങി സുഗന്ധം പൂശി യാക്കൂബ് നബിക്ക് ചുംബനങ്ങൾ നൽകി സന്തോഷത്തോടെ യാത്രയായി. എന്നാൽ കാട്ടിലെത്തിയ സഹോദരന്മാർ യൂസുഫ് നബിയെ ഒരു കിണറ്റിലെറിയുകയായിരുന്നു. കിണറ്റിൽ വീണ യൂസുഫ് നബിക്ക് ഒന്നും സംഭവിച്ചില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് യൂസുഫ് നബിയെ താങ്ങിയെടുത്തു. യൂസുഫ് നബിക്ക് ഒരു കുപ്പായം ധരിപ്പിച്ചു. എന്നിട്ട് അവിടെയുള്ള ജന്തുക്കളോടും മറ്റും യൂസുഫിനെ ഒന്നും ചെയ്യരുതെന്ന് താക്കീത് ചെയ്തു. യൂസുഫ് നബിയുടെ സഹോദരന്മാർ യാക്കൂബ് നബിയുടെ അരികിൽ ചെന്ന് തൻ്റെ സഹോദരനെ ചെന്നായി കടിച്ചു കൊണ്ടുപോയി എന്ന് കള്ളം പറഞ്ഞു. തെളിവിനായി യൂസുഫ് നബിയുടെ കുപ്പായത്തിൽ ആടിൻ്റെ ചോര പുരട്ടിയ ഉടുപ്പ് യാക്കൂബ് നബിയെ കാണിക്കുകയും ചെയ്തു. കുപ്പായം കീറാത്തതിനാൽ ചെന്നായ കടിച്ചിട്ടില്ല എന്നും തൻ്റെ സഹോദരന്മാർ യൂസുഫ് നബിയെ അപായപ്പെടുത്തിയിട്ടുണ്ടാവും എന്നും യാക്കൂബ് നബിക്ക് മനസ്സിലായി. പുത്രവിയോഗത്താൽ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരച്ചിൽ മാത്രമായി ആ പിതാവ് ദിവസങ്ങൾ തള്ളി നീക്കി.